താരങ്ങളുടെ ദയനീയ പ്രകടനം തുടർന്നപ്പോൾ കഴിഞ്ഞ മാസം BCCI താരങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിലൊന്ന് ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങളിൽ ഉറപ്പായും പങ്കെടുക്കണം എന്നായിരുന്നു. എന്നാൽ BCCI കൊണ്ടുവന്ന മറ്റൊരു നിയമം വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. എന്തെന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിദേശ പര്യടനങ്ങളിൽ ഭാര്യ, ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ എന്നിവരെ കൂടെ കൊണ്ടുപോകുന്നതിൽ BCCI നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ച കർശന നിയന്ത്രണത്തിൽ നേരിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് BCCI. ദുബൈയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കർശന വ്യവസ്ഥകളോടെ കുടുംബാംഗങ്ങളെ കളിക്കാർക്കൊപ്പം കഴിയാൻ അനുവദിക്കും. 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരായ 3-1 തോൽവിയെ തുടർന്നാണ് BCCI 10 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇതിലൊന്നാണ് വിദേശ പര്യടനങ്ങളിൽ കളിക്കാരുടെ കൂടെ മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം. 45 ദിവസങ്ങളിൽ കൂടുതലുള്ള വിദേശ പര്യടനങ്ങളിൽ മാത്രമാണ് അവരോടൊപ്പം പോകാൻ അനുവാദം. ഇങ്ങനെ പോകുന്നവർക്ക് 2 ആഴ്ച മാത്രമാണ് കൂടെ താമസിക്കാൻ അനുമതിയുള്ളത്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി 19 ആരംഭിച്ച് മാർച്ച് 9 അവസാനിക്കും. ഫെബ്രുവരി 15 ഇന്ത്യൻ ടീം ദുബായിലെത്തിയത്. ഇന്ത്യ ഫൈനലിൽ എത്തിയാലും പരമാവധി 25 ദിവസമായിരിക്കും ടീം ദുബായിൽ തങ്ങുക. നിലവിലെ വ്യവസ്ഥ പ്രകാരം ചാമ്പ്യൻസ് ട്രോഫിയിൽ കുടുംബങ്ങളെ കൂടെ താമസിപ്പിക്കാനാവില്ല. മാത്രവുമല്ല, പുതിയ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ വിദേശ പര്യടനമാണ് ദുബായിലേത്. തൽക്കാലം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിബന്ധനകളോടെ ഇളവ് നൽകാനാണ് BCCI തീരുമാനം. ഭാര്യമാരെയും മാതാപിതാക്കളെയും ദുബൈയിൽ ഒരു മത്സരത്തിനായി ടീമിനൊപ്പം ചേരാൻ അനുവദിച്ചതായി ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്തു. ടീം മാനേജ്മെന്റിലെ ഒരു മുതിർന്ന അംഗം ബോർഡ് സെക്രട്ടറിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ലഭിച്ചിരിക്കുന്നത്. പര്യടനത്തിൽ മത്സരം കുറവായതിനാൽ ഏതെങ്കിലും ഒരു മത്സരത്തിനായി കളിക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ UAEയിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ജീവിത പങ്കാളികളോ മാതാപിതാക്കളോ ഏത് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കളിക്കാരാണ്. ഏതൊക്കെ കളിക്കാരാണ് തങ്ങളുടെ കുടുംബത്തെ ദുബായിലേക്ക് വരുത്തുന്നതെന്നും ഏത് മത്സരത്തിനാണ് എത്തുന്നതെന്നും വ്യക്തമാക്കുന്ന ലിസ്റ്റ് ടീം മാനേജ്മെന്റ് BCCIക്ക് നൽകണം. ഇത് പരിശോധിച്ചാണ് അനുമതി നൽകുക. ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 23 ഞായറാഴ്ചയാണ് പാകിസ്ഥാനുമായുള്ള ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. മാർച്ച് 2 അവസാന ലീഗ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനത്തെത്തിയാൽ മാർച്ച് 4 ഇന്ത്യ സെമി ഫൈനൽ കളിക്കും. ഇന്ത്യ യോഗ്യത നേടിയാൽ മാർച്ച് 9 നടക്കുന്ന ഫൈനൽ മത്സരം ലാഹോറിൽ നിന്ന് ദുബായിലേക്ക് മാറ്റും.